ഈ പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞതിന്റെ വിശദീകരണമായി സ്പീക്കർ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഇതിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായ പരാമർശം തീർത്തും നിർഭാഗ്യകരമാണ്. പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പം ചെയർ മൈക്ക് നൽകി. അദ്ദേഹത്തിൻ്റെ അംഗങ്ങളോട് തിരിച്ച് ചെയറിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് എല്ലാ അംഗങ്ങളും പോയപ്പോഴും ശ്രീ മാത്യു കുഴൽനാട് ഇവിടെ നിന്ന് ബഹളം വെച്ചു. അതുകൊണ്ടാണ് അത്തരമൊരു ചോദ്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ചോദിക്കേണ്ടി വന്നത്. കാരണം പ്രതിപക്ഷ നേതൃത്വത്തെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് പോലും ഒരംഗം ഇവിടെ നിന്ന് ചെയറിന് അഭിമുഖമായി നിന്ന് ബഹളം വെച്ചപ്പോഴാണ് അത്തരമൊരു ചോദ്യം ചോദിച്ചത്. പ്രതിപക്ഷ നേതാവ് ചെയറിനെതിരെ നടത്തിയ ഒരു പരാമർശവും സഭാരേഖയിൽ ഉണ്ടായിരിക്കുന്നതല്ല. എം പി രാജേഷും പ്രതികരണവുമായി വന്നു. എം പി രാജേഷും ശക്തമായ ഭാഷയിൽ, രൂക്ഷമായ ഭാഷയിൽ വി ഡി സതീശനെതിരെ സംസാരിക്കുകയായിരുന്നു സഭയിൽ. ചെയറിനെതിരായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി അധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അധിക്ഷേപത്തിന്റെ പാരമ്യമാണ് ഇന്ന് നാം കണ്ടത്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അപക്വമതിയായ പ്രതിപക്ഷ നേതാവ് എന്ന പദവിക്ക് അദ്ദേഹം ഇതോടുകൂടി അർഹനായിരിക്കുകയാണ്. ഈ ഫ്ലോറിൽ നിയമസഭയുടെ ചരിത്രം നോക്കിയാൽ ഒരു പ്രതിപക്ഷ നേതാവും ചെയറിനെ ഇതുപോലെ അധിക്ഷേപിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശക്തൻ കൗളിന് മുകളിൽ തന്നെ സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ആ പ്രതിപക്ഷ നേതാവിന്റെ അഹന്തയും അപക്വമായിട്ടുള്ള പെരുമാറ്റവും ഈ സഭയുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണ്. മൽത്തേനംപറമ്പിലും പ്രശാന്ത് കൃഷ്ണയും വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ഇരുവരിലേക്കുമാണ്. വളരെ ശക്തമായ ഭാഷയിൽ, രൂക്ഷമായ ഭാഷയിലാണ് എം പി രാജേഷും പറയുന്നത്. വളരെ മോശമായി സംസാരിച്ചു. ഒരു പ്രതിപക്ഷ നേതാവിന് യോജിക്കുന്ന തരത്തിലായിരുന്നില്ല സംസാരിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നീടും പറഞ്ഞ മുഖ്യമന്ത്രിയും ഇത് തന്നെ ശരിവയ്ക്കുകയായിരുന്നു. പറയൂ. മുഖ്യമന്ത്രി എം പി രാജേഷ് പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അതിനെ വിശദീകരിച്ചത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച ഭാഷ അദ്ദേഹത്തിന്റെ നിലവാരത്തെ സൂചിപ്പിക്കുന്നു എന്നത് പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. അപ്പോൾ ഈ സഭാ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന ശക്തൻ കൗറിന്റെ നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന അതിനു മുകളിലാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാണ് മന്ത്രി എം പി രാജേഷ് പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കുന്നത്. സാധാരണഗതിയിൽ നിയമസഭ ചേരുമ്പോൾ പ്രതിപക്ഷ നേതാവും എം പി രാജേഷും തമ്മിലെല്ലാം വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നത് മുൻപും ഉള്ളതാണ്. പക്ഷേ ഇത് സ്പീക്കറിനെതിരാണ്. സ്പീക്കർ കാര്യങ്ങൾ വ്യക്തമാക്കി. സ്പീക്കർ സഭാരേഖയിൽ അത് ഉണ്ടാകില്ല എന്ന് വിശദീകരിച്ചു. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് എം പി രാജേഷും മുഖ്യമന്ത്രിയും പറഞ്ഞത് സഭാരേഖകളിൽ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങൾ സ്പീക്കർ വിശദീകരിച്ചിട്ടുമില്ല. കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുമാണ്. എന്തായാലും ഇപ്പോൾ സഭ ശാന്തമാണ്. കാരണം പ്രതിപക്ഷം സഭ ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ശാന്തത അവസാനിക്കും. കാരണം 10 മണിക്ക് ശൂന്യവേളയിൽ ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായി വരുന്നത് സണ്ണി ജോസഫാണ് ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്നത്. ഞാൻ തിരികെ വരാം. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ വി ജോയ് MLA-യും ഒച്ച ഉയർത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു. അതും കേൾക്കാം. ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം പോലെ സംസാരിക്കുകയുണ്ടായി. തുടക്കം മുതൽ തന്നെ സ്പീക്കർ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ സഭ പ്രക്ഷുബ്ധമായിരുന്നു. നടുത്തളത്തിൽ ഇറങ്ങി പ്ലക്കാർഡുകളോടുകൂടി തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാവരും പ്രകടനമായി നടുത്തളത്തിലേക്ക് വരികയായിരുന്നു. അതിനുശേഷമാണ് അവരവരുടെ സീറ്റുകളിലേക്ക് മടങ്ങിപ്പോകണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിച്ചു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി തുടർന്നു. പ്രശാന്ത്, നിലവിൽ സഭ എങ്ങനെ പുരോഗമിക്കുന്നു? ശ്രീ സണ്ണി ജോസഫ് ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ സജീവ് ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ എൽദോസ് പി കുന്നപ്പള്ളിൽ നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 2 ശ്രീ മുരളി പെരുന്നല്ലി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ KV സുമേഷ്. പ്രശാന്ത്, സഭ എങ്ങനെ മുന്നോട്ട് പോകുന്നു? സഭയിൽ ഇപ്പോൾ ചോദ്യോത്തരവേള പുരോഗമിക്കുക തന്നെയാണ് മോത്തി. അതായത് ഇപ്പോൾ ഭരണപക്ഷ അംഗങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങളുടെ നക്ഷത്ര ചിഹ്നം ഇട്ട ചോദ്യങ്ങളുടെ മറുപടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾ അവർ ഉന്നയിക്കുന്നില്ല. കാരണം അവർ സഭാ ബഹിഷ്കരണം പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ചോദ്യങ്ങളൊന്നും തന്നെ ഉന്നയിച്ചിട്ടില്ല. ഇനി 10 മണിക്ക് ചോദ്യോത്തരവേള അവസാനിച്ചു കഴിയുമ്പോൾ
ശൂന്യവേളയിൽ അടിയന്തര പ്രമേയ നോട്ടീസായി ഈ ദ ഹിന്ദു ദിനപത്രത്തിൽ വന്ന മലപ്പുറവുമായി ബന്ധപ്പെട്ട പരാമർശം, അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഉണ്ട് എന്ന വിഷയം, ഈ വിഷയമാണ് സണ്ണി ജോസഫ് അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നിരിക്കുന്നത്. സർക്കാർ വലിയ തോതിൽ പ്രതിരോധത്തിലാകുന്ന വിഷയമാണ്. കാരണം ഇത് വലിയ വിവാദമാകുമ്പോൾ മുഖ്യമന്ത്രി ഡൽഹിയിലെത്തി, ഡൽഹിയിൽ വെച്ച് ഹിന്ദു ദിനപത്രത്തിന് അഭിമുഖം നൽകി. ആ അഭിമുഖത്തിലാണ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ വരുന്ന പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു, ഇത് മലപ്പുറത്ത് നടക്കുന്ന ഈ കുറ്റകൃത്യം എന്ന പരാമർശം വന്നതോടെ തന്നെ ഇതിനൊരു വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്നു എന്ന വിഷയമാണ് വലിയ തോതിൽ ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പരാമർശം, മലപ്പുറം എന്ന പരാമർശം താൻ അഭിമുഖത്തിൽ നൽകിയിട്ടില്ല. അത് മുഖ്യമന്ത്രിക്ക് അന്ന് ഈ അഭിമുഖം ഹിന്ദുവിന് വേണ്ടി ഒരുക്കി കൊടുത്തത് ഒരു PR ഏജൻസിയാണെന്നും മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഉണ്ട് എന്നുള്ള വിമർശനം ആദ്യം മുതലേ പ്രതിപക്ഷം ഉന്നയിക്കുന്നതാണ്. അത് ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു PR ഏജൻസി പ്രവർത്തിച്ചു എന്ന വിഷയമെല്ലാം ചർച്ചയായത്. ഏതായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം.